ചികിത്സാ പിഴവിനെ തുടർന്ന് ഇടുക്കി തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കണ്ണൂർ സ്വദേശിനി മരിച്ചുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അത്യാധുനിക ചികിത്സാ രീതിയായ ടിൽ തെറാപ്പി പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു മരണമെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത്. 1 കോടി രൂപ ചിലവുള്ള വികസിപ്പിച്ചിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമായിട്ടുള്ള ടിൽ തെറാപ്പി എന്നു പേരുള്ള ഈ അത്യപൂർവ ചികിത്സാ രീതി എന്താണ്? ആ ചികിത്സാ രീതിയുടെ ശാസ്ത്രവശങ്ങൾ പരിശോധിക്കാം. TIL ട്യൂമർ ഇൻഫിൽട്രേറ്റിംഗ് ലിംഫോസൈറ്റ് തെറാപ്പി എന്നതാണ് ടിൽ തെറാപ്പിയുടെ പൂർണ്ണരൂപം. 2023 മാത്രമാണ് അമേരിക്കയിൽ ടിൽ തെറാപ്പിയുടെ അവസാനഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയായത്. രാജ്യത്ത് തന്നെ ഈ ചികിത്സാ രീതി പരീക്ഷിച്ചത് അപൂർവമായി. സ്മിത ഹോസ്പിറ്റലിൽ നടന്നത് കേരളത്തിലെ തന്നെ ടിൽ തെറാപ്പിയുടെ ആദ്യ ശ്രമമെന്നാണ് സുമിയുടെ ബന്ധുക്കൾ അവകാശപ്പെടുന്നത്. രോഗകാരികളായ ക്യാൻസർ സെല്ലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ലിംഫോസൈറ്റുകൾ അഥവാ ശ്വേതരക്താണുക്കൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. എന്നാൽ അവ എണ്ണത്തിൽ കുറവായിരിക്കും. രോഗിയുടെ ശരീരത്തിൽ നിന്ന് ശ്വേതരക്താണുക്കളെ അഥവാ ലിംഫോസൈറ്റുകളെ പുറത്തെത്തിച്ച് എണ്ണത്തിൽ വർദ്ധിപ്പിച്ച് തിരികെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക എന്നതാണ് ടിൽ തെറാപ്പിയുടെ അടിസ്ഥാന തത്വം. ഇതിനായി ട്യൂമർ സെല്ലുകളെ പുറത്തേക്കെടുക്കണം. ഇതിൽ നിന്ന് ലിംഫോസൈറ്റുകൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. ലബോറട്ടറിയിൽ പ്രത്യേക പരീക്ഷണങ്ങളിലൂടെ അതിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാക്കണം. ബില്യൺ കണക്കിന് ലിംഫോസൈറ്റുകൾ രോഗിയുടെ ശരീരത്തിലേക്ക് വീണ്ടും ഇഞ്ചക്ട് ചെയ്താണ് ടിൽ തെറാപ്പി നടപ്പിലാക്കുന്നത്. ഇതിന് പ്രത്യേകമായ സുരക്ഷാ സംവിധാനങ്ങൾ വേണം, ഐസൊലേഷൻ സംവിധാനങ്ങൾ വേണം. എങ്കിൽ മാത്രമേ ചികിത്സ ഫലപ്രദമാവുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ പറ്റിയാൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ക്യാൻസർ ചികിത്സാ രംഗത്ത് ടിൽ തെറാപ്പി സൃഷ്ടിച്ചത് വലിയ കുതിച്ചുചാട്ടമായിരുന്നു. എന്നാൽ ഈ ചികിത്സാ രീതി അതിൻ്റെ വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ മാത്രമുള്ളതാണ്. 45 മുതൽ 55% വരെ മാത്രം വിജയസാധ്യത പറയപ്പെടുന്ന ഒരു ചികിത്സാ രീതി. പക്ഷേ ഈ പ്രക്രിയയ്ക്ക് വലിയ തുകയാണ് ചിലവായി വരുന്നത്. ഇതാണ് തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പരാജയപ്പെട്ടു എന്ന ആരോപണമുയരുന്ന TIL അഥവാ ടിൽ തെറാപ്പി. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.